ഇംഗ്ലണ്ടും അർജന്റീനയും സെമി ഉറപ്പിച്ചതോടെ ലോകകപ്പിൽ സെമി ലൈനപ്പ് പൂർത്തിയായി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ സെമിയിൽ ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 ടീമുകൾ ഏറ്റുമുട്ടുന്നുവെന്ന കൗതുകമാണ് ഈ ലോകകപ്പിന്റെ സവിശേഷത. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരായ ഫ്രാൻസും 2-ാം സ്ഥാനത്തുള്ള അർജന്റീനയും 3-ാം സ്ഥാനത്തുള്ള സ്പെയിനും 4-ാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടും സ്വർണ്ണ കിരീടത്തിനായി ഏറ്റുമുട്ടും. 4 ടീമുകളും മുൻപ് ചാമ്പ്യൻ പട്ടം നേടിയിട്ടുണ്ടെന്നതും പ്രത്യേകതയാണ്. ഖിലാഫ് അഹമ്മദാണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഖിലാഫിലേക്കാണ്. ഖിലാഫ്, എന്തായാലും ഈ ഓരോ ലോകകപ്പും ഓരോ തരത്തിലുള്ള കൗതുകങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ ഇനി ചെറിയ കളികളല്ല, താരങ്ങളുടെ ആനുകൂല്യം എന്ന് പറയാവുന്ന കടലാസിലെ വിലയിരുത്തലുകൾക്കും സ്ഥാനമില്ല. സൂപ്പർ താരങ്ങൾ നിറഞ്ഞ 4 സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു. അപ്പോൾ വിവാദത്തിന് കുറവില്ലാത്ത ലോകകപ്പ് കൂടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരം, ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിലും കണ്ടു പുത്തൻ ഫിഫ നിയമങ്ങളുടെ ഇടപെടലും വിവാദ ഗോളുമെല്ലാം. അപ്പോൾ ഇനി സെമിയിലേക്ക് കടക്കുമ്പോൾ ഇത് കൂടുതൽ കൂടും എന്നല്ലാതെ ഇതിൽ കുറവൊന്നും ഉണ്ടാകില്ല. കാരണം കരുത്തരായ ആളുകളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടതല്ല, ഇനി കാണാനിരിക്കുന്നതാണ് കൂടുതൽ മികവുറ്റ കാഴ്ചകൾ എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ സെമി ലൈനപ്പൊക്കെ ആയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. തീർച്ചയായും സാദി, നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത് 48 ടീമുകളായി തുടങ്ങിയ ടൂർണമെന്റ് ഇപ്പോൾ അവസാന 4 ടീമുകളായി ചുരുങ്ങിയിരിക്കുന്നു. ഈ 4 ടീമുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം വമ്പൻ സ്രാവുകളുള്ള അല്ലെങ്കിൽ സൂപ്പർ താര നിറഞ്ഞ ഒരു ടീമുകളാണ് ഈ 4 എന്നത്. ഈ 4 ടീമുകളിലും അവരുടെ സൂപ്പർ താരങ്ങൾ, അതായത് ഇംഗ്ലണ്ടിനെ നോക്കുമ്പോൾ ഹാരി കെയ്നുണ്ട്, അർജന്റീനയെ നോക്കുമ്പോൾ ലിയോണൽ മെസ്സിയുണ്ട്, ഫ്രാൻസിനെ നോക്കുമ്പോൾ അവിടെ എംബാപ്പയുണ്ട്, ഒപ്പം സ്പെയിനിനെ നോക്കുമ്പോൾ അവരുടെ താരം ലെമിൻ യമാലുണ്ട്. അപ്പോൾ ഈ 4 താരങ്ങൾ ഈ ഒരു ഫൈനൽ, അതില്ലെങ്കിൽ ഫൈനൽ ലാപ്പിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും വലിയ കൗതുകകരമായി നമ്മൾ കാണുന്നത് തന്നെ. അതുപോലെ തന്നെ സെമി പ്രവേശനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഇല്ലെങ്കിൽ ഇതിന് മുൻപത്തെ ലോകകപ്പിലൊക്കെ നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞത് ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ രാജ്യമൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ആകാംക്ഷ ഉണ്ടാവുന്നത് ഈ ഒരു വലിയ വമ്പൻ സ്രാവുകളെ അട്ടിമറിക്കം ഉണ്ടാകുമോ എന്നൊക്കെയാണ്. എന്നാൽ ഈ ഒരു ലോകകപ്പിലേക്ക് വരുമ്പോൾ അതൊക്കെ മാറി അവിടെ വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങൾ, ഇല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള, അതായത് ഫിഫ റാങ്കിങ്ങിലടക്കം ആദ്യ 4 സ്ഥാനക്കാരായിട്ടുള്ള ടീമുകളാണ് നേർക്കുനേർ വരുന്നത്. അതിൽ 1-ാം സ്ഥാനത്തുള്ള ഫ്രാൻസിനെ, 4-ാം സ്ഥാനത്തുള്ള സ്പെയിനാണ് എതിരാളിയെങ്കിൽ 2-ാം സ്ഥാനത്തുള്ള 3-ാം സ്ഥാനത്തുള്ള സ്പെയിനാണ് എതിരാളിയെങ്കിൽ 2-ാം സ്ഥാനത്തുള്ള അർജന്റീനയ്ക്ക് 4-ാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടാണ് എതിരാളികൾ. അപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് എത്രത്തോളം ആവേശകരമാകും ആ മത്സരങ്ങൾ എന്നത്. അതേപോലെ തന്നെ സ്വാതി സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം, ഈ ഒരു ലോകകപ്പിൽ അടക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടായ ലോകകപ്പാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ മത്സരത്തിലും ആ ഒരു വിവാദങ്ങൾക്ക് പഞ്ഞമുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ മത്സരത്തിൽ തന്നെ ജൂഡ് ബെല്ലിംഗാം നോർവേക്കെതിരെ നേടിയ സമനില പിടിച്ച ആദ്യ ഗോളിൽ തന്നെ ഒരു ബോഡ്കാസ്റ്റിംഗ് ലൈനിലേക്ക്, അതായത് ആകാശത്തോടെയുള്ള ബോഡ്കാസ്റ്റിംഗ് ലൈനിലേക്ക് തട്ടിക്കൊണ്ടാണ് ആ ഒരു ബോൾ, അല്ലെങ്കിൽ നോർവേ ഗോൾ കീപ്പർ എടുത്ത പന്ത് ജൂഡ് ബെല്ലിംഗാമിൻ്റെയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് താരത്തിൻ്റെ കാലിലേക്ക് എത്തിയതെന്ന ഒരു രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ട് ഫിഫ തന്നെ ഒരു ഔദ്യോഗിക വീഡിയോ പുറത്തുവിട്ടിരുന്നു. അത് സ്നിക്കോ ചെക്കിംഗ് അടക്കം നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിവാദത്തെ അപ്പോൾ തന്നെ ഫിഫ നിരാകരിച്ചിരുന്നു. തൊട്ടു പിന്നാലെ നടന്ന മറ്റൊരു മത്സരത്തിൽ, അതായത് അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരത്തിൽ അടക്കം വലിയ രീതിയിലുള്ള, അതായത് ആ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കപ്പെട്ട ഒരു റെഡ് കാർഡ് കണ്ടിരുന്നു. അത് ബ്രീൽ എംബോളയുടെയാണ്. ആ ഒരു എംബോളയുടെ റെഡ് കാർഡിനെ പോയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മിസ്റ്റേക്കൺ ഐഡന്റിറ്റി എന്ന റൂൾ, ഫിഫയിൽ ആദ്യമായിട്ടാണ് ആ ഒരു റൂൾ വഴി ഒരു താരം റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നത്. അതായത് രണ്ടാമത്തെ മഞ്ഞക്കാർഡ് കണ്ടാണ് താരം പോയത്. അത് ഒന്ന് നമ്മൾക്കറിയുന്നത് പോലെ പരഡേസ് താരത്തിനെ ഫൗൾ ചെയ്തെന്ന രീതിയിൽ ആദ്യം ഒരു യെല്ലോ കാർഡ് പരഡേസിന് ലഭിക്കുന്നു. എന്നാൽ തൊട്ട് പിന്നാലെ മിസ്റ്റേക്കൺ ഐഡന്റിറ്റി റൂളിൽ, അതായത് വാർ ചെക്കിങ്ങിലൂടെ ആ ഒരു യെല്ലോ കാർഡ് എംബാലോയുടെ മേലിലേക്ക് പോവുകയും തൊട്ട് പിന്നാലെ തന്നെ റെഡ് കാർഡ് കണ്ട് പോവുകയുമായിരുന്നു താരം. എന്തായാലും ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും കെട്ടടങ്ങാത്ത രീതിയിലുള്ള ഒരു മത്സരമാണ് കടന്നുപോയത്. ഇനി വരാൻ പോകുന്നത് സൂപ്പർ സെമികളാണ്. അത് ഫ്രാൻസ്, സ്പെയിൻ, അതേപോലെ തന്നെ ഇംഗ്ലണ്ട്, അർജന്റീന എന്നീ വമ്പൻ സ്രാവുകൾ നേർക്കുനേരെ എത്തുന്ന പോരാട്ടങ്ങളാണ്. ഇനി ആരായിരിക്കും ഫൈനൽ ടിക്കറ്റിലേക്ക് ഉറപ്പിക്കുക എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.